റേഷൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ എമ്പുരാൻ 100 കോടി ഒരു കളക്ഷൻ ലാലേട്ടൻ പുറത്തു വിട്ടിട്ടുണ്ട്. ആ ഒരു 100 കോടി ശരിയാണോ അല്ലയോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു എമ്പുരാൻ 100 കോടി കയറിയിട്ടുണ്ട്. ആ 100 കോടി ഞാൻ അംഗീകരിക്കുന്നുമുണ്ട്. കാര്യം ഇന്നലെ ലാലേട്ടൻ ആ കളക്ഷൻ പുറത്തു വിട്ട സമയത്ത് അത് 100 കോടി കയറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് വൈകിട്ട് സാക്നിൽക്ക് പുതുക്കിയ കണക്ക് പ്രകാരം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലിസ്റ്റിനകത്ത് മാറ്റം വരുത്തിയിട്ടുണ്ട്. അവർ 102 കോടിയാണ് വേൾഡ് വൈഡായിട്ട് എമ്പുരാൻ്റെ കളക്ഷൻ അവർ കാണിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ 102 കോടിയാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഏതാണ്ട് 64 കോടി ഓവർസീസിൽ നിന്നും 38 കോടി ഇന്ത്യയിൽ നിന്നുമാണ് അവർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കളക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 100 കോടി എമ്പുരാൻ 100 കോടി ക്ലബ്ബിൽ കയറിയിട്ടുണ്ട്. 180 കോടി മുടക്കിയ സിനിമയാണ്. നമുക്കറിയാം ഈ 100 കോടി കൊണ്ടൊന്നും ആവില്ല. എന്നാലും ഇപ്പം 100 കോടിയിലെത്തിയിരിക്കുന്ന സിനിമ ഇനി അങ്ങോട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രകടനം തന്നെ കാഴ്ചവെച്ച് മുതൽ മുടക്ക് തിരിച്ചു പിടിച്ച് വലിയ രീതിയിലുള്ള ലാഭത്തിലേക്ക് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും 100 കോടി ക്ലബ്ബിലെത്തിയിരിക്കുന്ന എമ്പുരാന് അഭിനന്ദനങ്ങൾ. പ്രത്യേകിച്ച് ലാലേട്ടനും പൃഥ്വിരാജിനെയും ടൊവിനോ തോമസിനെയും മഞ്ജു വാര്യരെയും പോലുള്ള പ്രമുഖരായിട്ടുള്ള എല്ലാ താരങ്ങൾക്കും അതുപോലെ സംവിധായകൻ കൂടിയായിട്ടുള്ള പൃഥ്വിരാജിനും ഒക്കെ അഭിനന്ദനം. ഇനി ഇതിനോട് ചേർത്ത് മറ്റൊരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എമ്പുരാൻ എന്ന സിനിമയ്ക്കകത്ത് വർഗീയത കുത്തിക്കയറ്റി അല്ലെങ്കിൽ ചില കലാപം ഉള്ള രീതിയിലുള്ള ചില കാര്യങ്ങൾ കാണിച്ചു. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം പൃഥ്വിരാജിനാണ്, ഒരു പരിധിവരെ മുരളി ഗോപിക്കുമാണെന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആരൊക്കെയോ പറയുന്നുണ്ട്. ഇപ്പം ഇവിടുത്തെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ തന്നെ ചില നേതാക്കൾ പറയുന്നുണ്ട് ലാലേട്ടനെയും ഗോപാലേട്ടനെയും ഒക്കെ പൃഥ്വിരാജ് കൊണ്ടുവന്ന് മനഃപൂർവ്വം കുഴിയിൽ ചാടിച്ചതാണ് പൃഥ്വിരാജും മുരളി ഗോപിയും കൂടെ ചേർന്നെന്നുള്ള രീതിയിലൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. അതിനോട് എനിക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. ഒരു സിനിമ എടുത്തെങ്കിൽ അത് സിനിമയ്ക്കകത്ത് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ ഇതൊരു ദോഷമായിട്ടോ ഒരു പ്രശ്നമായിട്ടോ പറയേണ്ടെന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ളൊരു കാര്യത്തിൻ്റെ പുറത്ത് ആരെങ്കിലുമൊക്കെ മുറവിളി കൂട്ടി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം പൃഥ്വിരാജിൻ്റെയോ മുരളി ഗോപിയുടെയോ തലയിൽ മാത്രം കെട്ടിവെച്ച് രക്ഷപ്പെടരുത്, അല്ലെങ്കിൽ കെട്ടിവെച്ചിട്ട് മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കരുത് എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അതിനകത്ത് ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗോകുലം ഗോപാൽ എന്ന് പറയുന്ന നിർമ്മാതാവിനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ചിത്രത്തിലേക്ക് ഏറ്റവും അവസാനം എത്തിച്ചേർന്ന ആളാണ്. അതായത് ഈ സിനിമയുടെ എല്ലാം പൂർത്തിയായി ഇത് റിലീസിന് കാത്തിരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഗോകുലം ഗോപാലിന് ഇത്തരത്തിലുള്ളൊരു സിനിമയിലേക്ക് വന്നതും ലൈക്കൊക്കെ ഉണ്ടായിരുന്ന തുകയ്ക്കകത്ത് വിട്ടുവീഴ്ചകൾ ചെയ്ത് അവർക്ക് കൊടുക്കേണ്ടുന്ന കുറേ തുക കൊടുത്തു തീർത്ത് ഇതിൻ്റെ ഒരു നിർമ്മാതാവായിട്ട് ഗോകുലം ഇതിലേക്ക് വന്നതും. പക്ഷേ ലാലേട്ടനെയും ആന്റണി പെരുമ്പാവൂരിനെയും സംബന്ധിച്ച് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. അതായത് ഞാൻ വീണ്ടും പറയുന്ന കണക്ക് ഈ കാണിച്ചിരിക്കുന്ന പ്രശ്നങ്ങളുടെ പുറത്ത് ഒരു വലിയ വിവാദം ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ ഉണ്ടാക്കണ്ട, ഈ ഒരു സിനിമയെ അങ്ങനെ സിനിമയായിട്ട് കണ്ടാൽ മതി എന്നുള്ള രീതിയിലാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഇനി അതല്ല, ആരെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തണമെങ്കിൽ ഇപ്പം ചിലർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ മാത്രം സംരക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കഴുത്തിൽ കുരുക്കിടുന്ന പരിപാടി ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം പൃഥ്വിരാജ് സുകുമാരൻ ഇതിൻ്റെ സംവിധായകനാണെങ്കിൽ, മുരളി ഗോപി ഇതിൻ്റെ തിരക്കഥാകൃത്താണെങ്കിൽ, ലാലേട്ടൻ ഇതിനകത്ത് നായകനാണ്. ഒപ്പം ലാലേട്ടൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള ആന്റണി പെരുമ്പാവൂരിൻ്റെ നേതൃത്വത്തിലുള്ള ആശീർവാദാണ് ഈ സിനിമയുടെ ഒരു മെയിൻ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പം നിർമ്മാതാവായിട്ടുള്ള ആന്റണി പെരുമ്പാവൂരും വേണമെങ്കിൽ ഒരു നിർമ്മാതാവും നായകനുമായിട്ടുള്ള ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും അറിയാതെ ഇത്തരത്തിലുള്ള ഒരു കഥ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല, ഒരു യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യവുമല്ല. അപ്പോൾ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ മുൻകാലങ്ങളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള സംവിധായകർ വന്ന് കഥ പറയുമ്പം ലാലേട്ടനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല, പല കഥകളും ലാലേട്ടന് ഇഷ്ടപ്പെടുന്നില്ല, ലാലേട്ടന് ഇഷ്ടപ്പെടുന്ന കഥകൾ ആന്റണി പെരുമ്പാവൂരിന് ഇഷ്ടപ്പെടുന്നില്ല, ആന്റണി പെരുമ്പാവൂരിന് ഇഷ്ടപ്പെടുന്ന കഥ ലാലേട്ടന് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടൊക്കെയാണ് പുതുമുഖ ഡയറക്ടേഴ്സിൻ്റെ സിനിമയിലേക്ക് പോകാത്തതെന്ന് പറയുമ്പം ഇത്തരത്തിലുള്ളൊരു സിനിമ എടുക്കുമ്പം അത് ലാലേട്ടനെയും കൺവിൻസ് ചെയ്ത് ആന്റണി പെരുമ്പാവൂരിനെയും, പ്രത്യേകിച്ച് ലാലേട്ടനെക്കാട്ടിലുപരി നിർമ്മാതാവ് കൂടിയായിട്ടുള്ള അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരുപാട് കാര്യത്തിൽ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്ന ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന നിർമ്മാതാവിനെ പറ്റിച്ചുകൊണ്ടൊന്നും പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം. അതായത് ഈ ഒരു കഥ, ഇതാണ് ഇതിൻ്റെ കഥ, ഈ രീതിക്കാണ് ഇത് എടുക്കുന്നതെന്ന് പൃഥ്വിരാജ് ആന്റണി പെരുമ്പാവൂരിനെയും ലാലേട്ടനെയും ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ഇത് സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഇതിൻ്റെ പ്രിവ്യൂ സംഘടിപ്പിക്കാത്തത് ലാലേട്ടനും ഗോപാലേട്ടനും ഇതിൻ്റെ കഥ അറിയുമെന്ന് ഭയന്ന പൃഥ്വിരാജാണെന്ന്. അങ്ങനെ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടനെ കൊണ്ടുവന്ന് കുഴി ചാടിക്കാൻ നടക്കുന്ന ആളാണ് പൃഥ്വിരാജ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാര്യം പൃഥ്വിരാജിനെ
ലാലേട്ടനോടുള്ള സൗഹൃദം ഇന്നലെ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് അവസാനിപ്പിക്കാനുള്ളതല്ല പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം. അത് ഒരുപാട് കാലം പൃഥ്വിരാജിന്റെ ലക്ഷ്യം എന്ത് തന്നെ ആയാലും അത് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട. ആ അത്തരത്തിലുള്ള ലക്ഷ്യം എന്ത് തന്നെ ആയാലും പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലം മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുമ്പം ഇപ്പം ലാലേട്ടനെ കൊണ്ടുവന്ന് ഒരു കുഴിയിലിറക്കി എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ പിന്നെ പൃഥ്വിരാജുമായിട്ട് അത്തരത്തിലുള്ള ഒരു സൗഹൃദത്തിൽ ഏർപ്പെടുമോ? ഒരിക്കലുമില്ല. ഇനിയും പൃഥ്വിരാജിന്റെ സിനിമയ്ക്കകത്ത് ലാലേട്ടനെ നമുക്ക് കാണാൻ പറ്റും. ലാലേട്ടനോടൊപ്പം പൃഥ്വിരാജിനെ പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു സിനിമയെ ഞാൻ വീണ്ടും പറഞ്ഞ കണക്ക് ഇതൊരു വിവാദമാക്കേണ്ടെന്ന കാര്യമില്ല. വിവാദമാക്കുന്നെങ്കിൽ അല്ലെങ്കിൽ വിവാദമാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ മാത്രം ഒഴിച്ചു മാറ്റി നിർത്തിക്കൊണ്ട് പൃഥ്വിരാജിന്റെ തലയിലെല്ലാം കെട്ടിവെച്ച് അയാളെ ഏതാണ്ട് ഒരു വലിയ രീതിയിലുള്ള എന്താണ് പറയുന്നത് ഒരു രാജ്യദ്രോഹിയായിട്ടൊക്കെ അയാളെ ചിത്രീകരിക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. ലാലേട്ടൻ ഈ പൃഥ്വിരാജ് ചിത്രത്തിലുള്ള മുരളി ഗോപി എഴുതിക്കൊണ്ടുവന്ന ഈ ഒരു സ്ക്രിപ്റ്റ് മുരളി ഗോപിയും പൃഥ്വിരാജും കൂടെ ചേർന്ന് ആന്റണി പെരുമ്പാവൂരിനെ ബോധ്യപ്പെടുത്തുമ്പം അല്ലെങ്കിൽ ലാലേട്ടനെ ബോധ്യപ്പെടുത്തുമ്പോൾ അവർക്ക് പറയാറുണ്ടല്ലോ ഇത്തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റ് വേണ്ട, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് അവരും അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ലാലേട്ടനെയും ആന്റണി പെരുമ്പാവൂരിനെയൊക്കെ സംരക്ഷിച്ചു മാറ്റി നിർത്തുന്നവർ മറ്റുള്ളവർക്ക് എന്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാത്തതെന്ന് ഞാൻ ആലോചിക്കുക. കാര്യം പുഴു എന്ന് പറയുന്ന ഒരു സിനിമ ഇവിടെ എടുത്തു 2 കൊല്ലങ്ങൾക്ക് ശേഷം ഏതോ ഒരാൾ എന്തോ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് ഇതേ ഈ പറഞ്ഞ കണക്ക് ചില ആൾക്കാർ വളരെ വലിയ രീതിയിൽ മമ്മൂക്കയെ മട്ടാഞ്ചേരി മാഫിയയുടെ നേതാവും ഏതാണ്ട് വേറെ വർഗീയവാദിയൊക്കെ ആയിട്ട് മമ്മൂക്കയെ ചിത്രീകരിച്ച് ഇപ്പം ലാലേട്ടൻ അത്തരത്തിലുള്ള ഒരു സിനിമ അഭിനയിച്ചപ്പോൾ ലാലേട്ടനെയും ആന്റണി പെരുമ്പാവൂരിനെയും അങ്ങ് സംരക്ഷിച്ചു മാറ്റി നിർത്തിയിട്ട് അന്ന് മമ്മൂക്കയ്ക്ക് ചാർത്തി കൊടുത്തിരിക്കുന്ന പേരും പദവിയും ഇപ്പം പൃഥ്വിരാജിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് മുരളി ഗോപിയും പോലുള്ള ആളുകൾക്ക് ചാർത്തി കൊടുക്കുക. അപ്പോൾ അതെന്താ ഈ 2 രീതിയിലുള്ള 2 നീതി നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ 2 രീതി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം പക്ഷേ ഞാൻ അപ്പോഴും പറയുന്ന കണക്ക് ആവർത്തിച്ച് പറയുന്ന കണക്ക് ഇതൊരു വിവാദമാക്കണ്ട, സിനിമയായിട്ട് കണ്ടാൽ മതി, അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുമ്പം നമുക്ക് ടാർഗറ്റ് ചെയ്യേണ്ടുന്ന ആളിനെ മാത്രം നമ്മൾ കൂടുതൽ പ്രശ്നമാക്കിയിട്ട് മറ്റുള്ളവരെയൊക്കെ അങ്ങ് സേഫ് സോണിലോട്ട് മാറ്റി നിർത്തുന്ന പരിപാടി ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അത് ഞാൻ പറഞ്ഞ കണക്ക് അത് ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടുന്നതാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത്തരത്തിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ മുമ്പേ വീണ്ടും പറഞ്ഞ കണക്ക് 102 കോടി ക്ലബിലെത്തിയത് 100 കോടി ക്ലബിലെത്തിയിട്ടുള്ള എമ്പുരാന് എല്ലാ അഭിനന്ദനങ്ങളും. ഇനി പറഞ്ഞ കണക്ക് ഒരു 200 കോടി 300 കോടി ഒരു 400 കോടി 500 കോടി ക്ലബിലേക്ക് എമ്പുരാൻ വരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് നമ്മുടെ ഓരോ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. അങ്ങനെ സംഭവിക്കട്ടെ എന്തായാലും. താങ്ക് യു.